ചെറിയ കുട്ടികളുള്ള വീടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ലേ അവസ്ഥ. അവരെ ഒക്കത്ത് വെച്ചുകൊണ്ടും ഒക്കെ ആയിരിക്കില്ലേ അടുക്കളപ്പണികൾ എടുത്ത് തീർക്കുന്നത്. നമ്മളുടെ കൂടെ രാവിലെ തന്നെ കുട്ടികൾ എണീറ്റ് കഴിഞ്ഞാൽ അന്നത്തെ പിന്നെ പണി കണക്കന്നെ. ഇന്നാണെന്നുണ്ടെങ്കിൽ മഴക്ക് കുറച്ച് കുറവുണ്ട്. അപ്പം ഞാനും ഇക്കയും കൂടിയാണ് ഇറങ്ങിയതാട്ടെ ഈ പണിക്ക്. രാവിലെ തന്നെ എണീറ്റ പാട് ആ സ്പോട്ടിൽ പള്ളിയൊന്ന് കാണുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെ അല്ലേ മനസ്സിന്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇത് ഇന്ന് രാവിലെ തന്നെ നമുക്ക് കുറച്ച് തിരക്കിട്ട പണികളുണ്ട്. അപ്പോൾ ഇക്കാക്ക് ആദ്യം തന്നെ 2 കോഴിമുട്ടാണ്ട് വെച്ചു. പിന്നെ അതേ ദോശ ഉണ്ടാക്കി പൊട്ടാറ്റോൻ്റെ കറിയും വെച്ച്. പൊട്ടാറ്റോയും അതുപോലെ തന്നെ ഒരു തക്കാളി, ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്, 2 ഏലക്കായ അതും കൂടി ഇട്ടുകൊണ്ട് കറി അങ്ങോട്ട് വെച്ചു. പിന്നെ അത് ചോറിലേക്കുള്ള കറിയാണിട്ടത്. മമ്പയർ കറിയാണ്. ഉള്ളിയും തക്കാളിയും വാട്ടി 2 പച്ചമുളക് ഇട്ട് ഇത്തിരി ഉപ്പും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് ഇത് വഴറ്റി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടുമല്ലോ ഈ മസാല ഒക്കെ അങ്ങനെ ചൂടായി വരുമ്പോൾ. അങ്ങനെ അതേ വന്ന് കഴിഞ്ഞപ്പോൾ ഒരു കോഴിമുട്ട അതിൽ കണ്ട് പൊട്ടിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്നാണ് മിക്സ് ചെയ്ത് കൊടുത്തോട്ട്. എന്നിട്ട് ഇതേ വേവിച്ചെടുത്ത മമ്പയറും പൊട്ടാറ്റോയും കൂടി ഉണ്ടല്ലോ അതും കൂടി അതിൽക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ലോണം അതിലൊന്ന് മിക്സ് ചെയ്യാട്ടെ. ഇങ്ങനെ ഈ മുട്ട ഇതിമേ മിക്സ് ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും. എന്നിട്ടൊന്ന് മൂടി വെച്ചതാണ്. പിന്നെ ഇത് തുറന്ന് നോക്കിയിട്ട് പിന്നെ തേങ്ങ അരച്ചതും കൂടി അതിൽക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. തേങ്ങയിൽ ഒരിത്തിരി വലിയ ജീരകവും അതുപോലെ തന്നെ 2 ചെറിയ ഉള്ളിയും കൂടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒന്ന് മൂടി വെച്ച് ഒന്ന് ജസ്റ്റ് തള വന്നപ്പോൾ ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ അത് ചപ്പമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടത് നമ്മളെ കറി റെഡിയായി. ഞാൻ എൻ്റെ അടുക്കള പണികൾ അങ്ങനെ എടുക്കുന്നുണ്ട്. ഇക്കാക്ക് അപ്പോഴേക്ക് ചായ കുടിക്കാനുള്ള ടൈമായി. ഇക്ക ചായ കുടിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്കാക്കുന്ന കുറച്ച് കൂടുതൽ പണികളുണ്ട് കേട്ടോ. ഏതായാലും ഇക്കാക്കുന്ന പണിയില്ല, ലീവാണ്. അപ്പോൾ പിന്നെ ആ പണികൾ അങ്ങോട്ട് ചെയ്ത് തീർക്കാമെന്ന് വെച്ചു. എപ്പോഴും ഇക്കത് ചെയ്യണം എന്ന് വിചാരിക്കും. പക്ഷേ ഇപ്പോൾ എന്നും മഴയല്ലേ, അപ്പോൾ പിന്നെ കൂടാറില്ല. പിന്നെയാണെന്നുണ്ടെങ്കിൽ പണി ഉണ്ടാവും. അപ്പോൾ പിന്നെ അത് ചെയ്യാൻ കൂടില്ല. അങ്ങനെ നീണ്ടു പോയതാണ്. പിന്നെ ഇക്ക പോയതിന് ശേഷം ഞാനും ഒന്ന് പോയി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ പണി. നമ്മുടെ ആങ്ങളുടെ വീടില്ലേ, ആങ്ങളെന്ന് പറയുന്നത് ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അവരെ വീടാണിത്. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ പണി ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായാലും ഇൻഷാ അല്ലാഹ് അവർ വന്നിട്ടുണ്ട്. അപ്പോൾ പണി തുടങ്ങണം എന്നുണ്ട്. അപ്പോൾ ഒന്ന് നിറയെ പുല്ല് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇക്ക വൃത്തിയാക്കാമെന്ന് വെച്ചോ. വീട് വരുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയില്ലേ, അതിൻ്റെ മുറ്റത്ത് തന്നെയാണ് കേട്ടോ പള്ളിയും വീടും വരുന്നത്. പിന്നെ അങ്കലവാടിയും ഒക്കെ ഒന്നിച്ച് തന്നെയാണ്. ഏതായാലും നല്ല റാഹത്തായില്ലേ. എണീറ്റ് നോക്കുന്നത് തന്നെ പള്ളിയിലേക്കാണ്. അപ്പോൾ ഏതായാലും നല്ല സന്തോഷമായിരിക്കും അല്ലേ രാവിലെ തന്നെ എണീറ്റിട്ട് പള്ളിയൊക്കെ കാണുമ്പോൾ. എനിക്ക് ഇവിടെ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കിഷ്ടം ഈ ഇതിൻ്റെ കിണറാണ് കേട്ടോ. കിണർ കണ്ടില്ല നിങ്ങൾ, ചെറിയൊരു കിണറാണ്. പിന്നെ അതിൻ്റെ ഒരു സൈഡ് വാർത്തതാണ് കേട്ടോ. അവിടെ ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. വെള്ളമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തള്ളക്കൈയിലോണ്ട് മുക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. അങ്ങനെയാണ് ഇതിൽ വെള്ളം നല്ലോണം വെള്ളമുള്ള ഒരു കിണറും കൂടിയാണ്. അൽഹംദുലില്ലാഹ് ഏതായാലും ഈ വെള്ളം എന്നും നിലനിൽക്കട്ടെ അല്ലേ. നമ്മുടെ ഈ ഏരിയയിൽ ആരെ കിണറ്റിൽ വെള്ളം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കിണറ്റിലാണ് കേട്ടോ ഏത് വേനൽക്കാലത്തും വെള്ളം ഉണ്ടാവാറുള്ളത്. എല്ലാവരും പിന്നെ കഴിയുന്നവരൊക്കെ ഈ കിണറ്റിൽ നിന്നാണ് വെള്ളം എടുക്കുന്നതും. ഞാൻ ഈ കിണറിൻ്റെ ഒരു വീഡിയോ കുറച്ച് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കിണർ ക്ലീൻ ആക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ടൊന്ന് കാണാം. പിന്നെ പിന്നെ അങ്കലവാടി ഇട്ട് അടുത്താ കണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണട്ടെ. ഇത് ചെറിയൊരു സിറ്റ് ഔട്ട്, പിന്നെ അത് ഡൈനിങ് ഹോളും വരുന്നുണ്ട്. തേപ്പൊക്കെ കഴിഞ്ഞിട്ട് വൈറ്റ് അടിച്ച് വെച്ചിരിക്കും കേട്ടോ. പിന്നെ ഒരു 3-4 മാസം ഗ്യാപ്പ് വന്നതാണ്. പിന്നെ പോകുന്നത് അടുത്ത റൂമിൽ കാണട്ടോ. റൂമുകളൊക്കെ നല്ല വലിപ്പമുണ്ട്. പിന്നെ മുകളിൽ സീലിങ്ങിനായിട്ടുള്ള ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പണി പിന്നെ എപ്പോഴാണ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഈ റൂമിൽ തന്നെ ചെറിയൊരു ബാത്റൂമും വരുന്നുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത മെയിൻ റൂമിലേക്കാണ് കേട്ടോ നമ്മൾ വരുന്നത്. ഈ റൂമിൽ തന്നെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലേക്കാണ് കേട്ടോ നേരെ വരുന്നത്. പിന്നെ അങ്കലവാടി ഈ സൈഡിലും. ഈ റൂമിൽ വലിയൊരു ബാത്റൂം റൂമാണ്. പിന്നെ വരുന്നത് കിച്ചണിലോട്ടാണ് കേട്ടോ. ഒരു കിച്ചണാണുള്ളത്, ഒരു വലിയൊരു കിച്ചണ്. ഇവിടെ സീറ്റ് ഇട്ട് മറച്ച് വെച്ചതാണ്. നായ്ക്കൾ നല്ലോണം മഴ പെയ്തപ്പോൾ വരുന്നുണ്ടായിരുന്നു. അടുക്കളൻ്റെ ഡോറിന്ന് നേരെ നോക്കുന്നത് പിന്നെ അങ്കലവാടി കേട്ടോ. അതുകൊണ്ട് പിന്നെ നല്ല ഒച്ചപ്പാടൊക്കെ ഉണ്ടാവൂലേ. പിന്നെ പള്ളിയിലാണെന്നുണ്ടെങ്കിൽ ദർസ് കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും പിന്നെ പേടിയാവുമൊന്നുമില്ല. അപ്പോൾ താഴെ ഒരു അടുക്കളയും അതുപോലെ തന്നെ 2 റൂമും ഡൈനിങ് ഹോളും ഒരു സിറ്റ് ഔട്ടുമാണ് വരുന്നത്. പിന്നെ മുകളിലോട്ടാണ് പോകുന്നത്. മുകളിലത് ഒരു വലിയ ഡൈനിങ് ഹോളും അവിടെ സീലിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു റൂമാണ് വരുന്നത്. ഈ റൂമിലും തന്നെ ഒരു വലിയൊരു ബാത്റൂമുണ്ട്.
മുകളിലും തന്നെ 2 റൂമും ബാത്റൂമും ഡൈനിങ് ഹോളാണ് കേട്ടോ വരുന്നത്. റൂമിലൊക്കെ തന്നെ ബാത്റൂമും ഉണ്ട്. അത് പിന്നെ എല്ലായിടത്തും നിർബന്ധമാണല്ലോ അല്ലേ. ഈ റൂം എന്നാണെന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഗ്രൗണ്ടിൽ പള്ളിക്കത്തെ കുട്ടികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ നിങ്ങൾ ആരും കാണാറില്ലല്ലോ. ഏതായാലും ഇപ്പോൾ അൽഹംദുലില്ലാ കുട്ടികളവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പള്ളിയിലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ടൈം രാവിലെയും വൈകുന്നേരം കുറച്ച് ടൈം കേട്ടോ. ആ ടൈമിൽ പിന്നെ അവർ കളിക്കും. എന്നിട്ട് പിന്നെ കുളിച്ച് ഫ്രഷൊക്കെ ആയതിന് ശേഷമാണ് അവർ കളിക്കാറ്. അവർക്ക് കളിക്കാനുള്ള ടൈമൊക്കെ വേറെ ഉണ്ട്. ഇത് ഈ റൂമിൽ നിന്ന് നോക്കിയാൽ കണ്ടില്ല, മുകളിലത്തെ സീനാണ് ഈ കാണുന്നത് കേട്ടോ പള്ളി. പിന്നെ അത് ഡൈനിങ് ഹാളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുള്ള പുറത്തത്തെ സീനാണ് കേട്ടോ. കാരണം ഫ്രണ്ടിൽ തന്നെ ഒരു വീടുണ്ട്. പിന്നെ അത് ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അത് അവിടെ അവർ ഹോൾസ് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായാലും ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് മുകളിൽ നിന്നുള്ള സീനാണ് ഈ കാണുന്നത്, നമ്മളെ വീടാണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ മറ്റേ സൈഡിലത്തെ വീടും പിന്നെ അപ്പുറത്ത് കാണുന്നത് നമ്മുടെ കുഞ്ഞോളന്മാരുടെ വീടൊക്കെ ആയിട്ടാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ മുകളിൽ കണ്ടില്ലെങ്കിൽ സീറ്റിൻ്റെ മുകളിൽ കൂടെ മാവുമാരും ലിച്ചിമാരൊക്കെ പടർന്ന് പൊന്തിയതാട്ടോ. അതുകൊണ്ടാട്ടോ നമുക്ക് ചൂട് കാലത്ത് പിന്നെ ഒരു ചൂടിന് കുറവുള്ളത്. പിന്നെ ഇത് മുകളിൽ നിന്നുള്ള സീൻ തന്നെയാണ് നമ്മുടെ പള്ളി ഈ കാണുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ അവിടെ ഇട്ടുകൊണ്ടട്ടെ ഇക്ക പുല്ല് പറിക്കുന്നത് കാണാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വരാമെന്ന് വെച്ചത്. എൻ്റെ അടുക്കള പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇക്കാൻ്റെ കൂടെ നിൽക്കാനായിട്ട്. പണിക്ക് ഇക്ക ഒറ്റക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് എൻ്റെ അടുക്കള പണികളൊക്കെ കഴിക്കാട്ടെ. പിന്നെ കറി മാത്രമേ ചോറ്റക്കുള്ളത് വെച്ചിട്ടുള്ളൂ. പിന്നെ അത് അടിച്ചു വാരാൻ വേണ്ടി വന്നതാണ്. ബാക്കിയുള്ള അടുക്കള പണികളൊക്കെ അവിടെ കിടക്കാണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇക്കാൻ്റെ കൂടെ നിൽക്കാമെന്ന് വെച്ചോ. അടുക്കളപ്പണികളൊക്കെ ഇട്ടുകൊണ്ട് മറ്റുള്ള പണികളൊക്കെ നന്നായി എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ പണി കഴിഞ്ഞാൽ പിന്നെ നിൽക്കാമല്ലോ. ചോറ് പിന്നെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് കുറച്ച് കുക്കറിലാണ്ട് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ വക പണികളൊക്കെ ആദ്യം തന്നെ കഴിക്കുകയാണ്. തുടക്കലും ഇതേ അടുക്കളയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിത് എക്സ്ട്രാ പണികൾ ഉണ്ടായതുകൊണ്ട് പിന്നെ അടുപ്പിലേക്ക് പോയിട്ടേ ഇല്ല കേട്ടോ. ഈസിക്കുമ്പോഴും അതുപോലെ തന്നെ ഗ്യാസുമേലൊക്കെ ആക്കാമെന്ന് വെച്ചു. അടുപ്പ് കത്തിച്ച് അടുപ്പുമ്പോൾ പണിയെടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ടൈം പഴകും. അപ്പോൾ പുറത്ത് പണിയുള്ളതല്ലേ. അപ്പോൾ പിന്നെ അടുപ്പുമൊക്കെ നിന്നതേ ഇല്ല. ഇക്ക ഒറ്റയ്ക്ക് ചെയ്യും. എന്നാലും നമ്മളുണ്ടാകുമ്പോൾ ഒരു നേരം പോക്കും കൂടിയല്ലേ. രണ്ടാൾക്കും കൂടി ഓരോന്നും സംസാരിക്കുകയും ചെയ്യാം. പണികൾ അങ്ങനെ നടക്കുകയും ചെയ്യല്ലേ. അപ്പോൾ പിന്നെ എത്രയും പെട്ടെന്ന് എൻ്റെ പണികൾ ചെയ്യാനേ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വരുന്നില്ലേ. ഞാനെവിടെ നിൽക്കണം അവിടെ തന്നെയല്ലേ നിങ്ങളും നിൽക്കുള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലിട്ട. ഒരു ലൈക്കും കൂടി അതിൻ്റെ കൂടെ കൊടുക്കണം. വീഡിയോ കാണുന്ന ആ സ്പോട്ടിൽ തന്നെ ഒരു ലൈക്ക് കൊടുക്കട്ടെ. ലൈക്ക് കൊടുക്കാത്ര പണിയൊന്നുമില്ലല്ലോ. ആ ലൈക്കിൻ്റെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ പോരട്ടെ. അത് കൊടുക്കണം കേട്ടോ നിങ്ങൾ. പിന്നെ അദ്ദേഹം തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മുറ്റം അടിച്ചു വാരാണേ. അപ്പോൾ ഇത് ഇന്നലത്തെ വ്ളോഗാണ് കേട്ടോ. ഇന്നലെ സ്കൂൾ ഉണ്ടായിട്ടില്ലല്ലോ, മദ്രസ എല്ലുള്ളൂ. പിന്നെ ഷിബിലിമോൻക്ക് പിന്നെ ട്യൂഷൻ കേട്ടോ. അവന് പിന്നെ ട്യൂഷന് പോയി. അവന് ലീവാണെന്നുണ്ടെങ്കിൽ ഇക്കാൻ്റെ കൂടെ ആയാലും എൻ്റെ കൂടെ ആയാലും എന്ത് പണികളുണ്ടോ എന്ന് നിൽക്കോട്ടെ. അവനക്ക് ഇഷ്ടമായിട്ട് ഇങ്ങനെയുള്ള പണികളൊക്കെ അവന് വരുമ്പോഴത്തേന് കഴിഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പാൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. അങ്ങനത്തെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ഇക്കാൻ്റെ കൂടെ കൂടി. മഴ ആയതുകൊണ്ട് തന്നെ പുല്ല് പെട്ടെന്ന് പറിഞ്ഞു പോരുന്നുണ്ട്. വേനൽക്കാലത്ത് പിന്നെ ഇങ്ങനെ പുല്ലുകളൊക്കെ പറിച്ചു കഴിഞ്ഞാൽ പോരൂലല്ലേ. വർഷക്കാലത്ത് പിന്നെ പെട്ടെന്ന് പോന്ന് കിട്ടും. പിന്നെ എന്താണെന്നറിയാം, ഇവിടെ അങ്ങനെ നിന്ന് പറിക്കാൻ പോയിട്ടാണ്. റോട്ടുമൊക്കെ നല്ലോണം ഇച്ചുണ്ട്. അങ്ങനത്തെ ഈ ഭാഗങ്ങളൊക്കെ എല്ലാം കുറേയൊക്കെ ക്ലീൻ ആയിട്ടാണ്. പിന്നെ ലാസ്റ്റ് വാരിയിടാന്ന് വെച്ചു പുല്ലുകളിട്ട്. കാരണം എന്താ വെച്ചാൽ മഴ വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പണി അവിടെ കിടക്കും. അപ്പോൾ ലാസ്റ്റ് വാരിയിടാന്ന് വെച്ചു. പിന്നെ ഇത് ഈ ഭാഗത്താണ് കേട്ടോ. ഇത് നമ്മുടെ പള്ളിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടിയാണ്. പിന്നെ രാവിലെ അതുകൊണ്ട് ഈ ഭാഗത്ത് ഉസ്താവന്മാരും കുട്ടികളിലൊന്നും കാണാനില്ല. പിന്നെ കുറേയൊക്കെ ഉസ്താവന്മാരും കുട്ടികളൊക്കെ നാട്ടിലും പോയിട്ടുണ്ട്. ഞായറാഴ്ചയും കൂടിയല്ലേ. പിന്നെ വഴിയൊക്കെ നേരാക്കാണ്ടിട്ടാ. അതേതായാലും നബിദിനല്ലേ വരുന്നത്. അപ്പോൾ പിന്നെ ഏതായാലും കുട്ടികളെല്ലാവരും കൂടി ക്ലീൻ ആക്കാറുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും നബിദിനത്തിന് തിരക്കിലായില്ലേ. ഇവിടെ നബിദിനത്തിൻ്റെ പാട്ടും ദഫൊക്കെ മദ്രസയിൽ കൊടുക്കാനൊക്കെ തുടങ്ങിയിട്ട്. പിന്നെ ദഫിൻ്റെ പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഷിബിലിമോൻ ദഫിൽ എല്ലാ വർഷവും ചേരാനുള്ളതാണ്. നമ്മുടെ വീഡിയോ കാണുന്നവരുടെ അവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നബിദിനത്തിൻ്റെ പ്രിപ്പറേഷനൊക്കെ. അങ്ങനത്തെ നമ്മുടെ പുല്ലുപറികളൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഉഷാറായിട്ടുണ്ട് അല്ലേ. സ്ഥലം കുറച്ചേ ഉള്ളൂ, വലിയൊരു വീട്. അതിൽ ഏതായാലും അൽഹംദുലില്ലാ ഇനി ഏതായാലും വീട് പണി തുടങ്ങണമെന്നുണ്ട്. എത്രയും പെട്ടെന്ന് അള്ളാഹു വീട് പണിയൊക്കെ ചെയ്യാനുള്ള തോഫീക്ക് നൽകട്ടെ അല്ലേ. ആമീൻ. ബാക്കിയുള്ള മണ്ണിൻ്റെ പണികളൊക്കെ പിന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലെത്താം. അപ്പോഴാണ് നമ്മുടെ അടുത്ത വീട്ടിലെ കുഞ്ഞോളുമാരുടെ മോളിനെ കുട്ടീനെ ഫിലിമോള് കൊണ്ടുവന്നത്. പുറത്തൊക്കെ ഇറങ്ങണം. അപ്പം ഞാൻ പറഞ്ഞു അവരോട് ഇങ്ങോട്ട് കൊണ്ടുവന്നാളെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൂടെ പിന്നെ അവിടെ പണിക്കുന്നോടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫിലിമോളുടെ കൂടെ അങ്ങനെ നടക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടേക്ക് ഉള്ളിലേക്ക് കയറിയപ്പോഴാണെന്നുണ്ടെങ്കിൽ ആൾക്ക് പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. അപ്പോൾ 2 കൈയും പൊന്തിക്ക ഞാൻ എടുക്കാൻ വേണ്ടി. ഞാനാണെന്നുണ്ടെങ്കിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, കറി മാത്രമല്ലേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അവന് ഒക്കത്ത് വെച്ചുകൊണ്ട് ചോറ് വെക്കുകയാണ് കുക്കറിൽ.
ഇതുപോലെ ആയിരിക്കില്ല ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ ചില സമയത്ത് ഇങ്ങനെ ഒക്കത്ത് വെച്ചുകൊണ്ടൊക്കെ പണിയെടുക്കേണ്ടി വരില്ലേ. അവരെ മൂഡ് അങ്ങനെ അതുപോലെ ഇരിക്കും. നമ്മുടെ അടുക്കള പണികളിലെ ചെറിയ കുട്ടികളല്ലേ, നമ്മൾ കുറേയൊക്കെ ക്ഷമിക്കണ്ടല്ലേ. അങ്ങനത്തെ ഫിനിമോളും അവനും കൂടി നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനക്ക് കൊടുത്തു നോക്കിയിട്ട് അപ്പോൾ അവനൊന്ന് വാങ്ങിയിട്ട് അവൻ അങ്ങനെ നടക്കട്ടെ. അവനക്ക് തിന്നാനൊന്നും വേണ്ട, ആൾക്ക് പുറത്തിറങ്ങി ഇങ്ങനെ നടക്കണം, അതാണ് കേട്ടോ അവനക്ക് ഇഷ്ടം. ഫിനിമോൾക്കാണെന്നുണ്ടെങ്കിൽ അവന് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്ക് കളിക്കാൻ ആളായിന്ന് പോട്ടെ, അവനിങ്ങനെ വലുതായി വരുന്നതല്ലേ ഉള്ളൂ. അങ്ങനത്തെ ചോറുമായി മമ്പയറിൻ്റെ കറി ഉണ്ടല്ലോ അതുമായി പിന്നെ മീനും പൊരിച്ചു. അപ്പോൾ ഇങ്ങനെ ഉച്ചക്ക് കണ്ട് ഒപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.